നല്ല നേരത്തെ പോണ ഈ സംഭവം. പക്ഷേ കുറച്ച് വൈപ്പോയി. എന്നാലും ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുള്ളൂ. കല്ലൂസാണ് ഉറക്കപ്പിച്ചിലുള്ളത്. ഓളായി അങ്ങനെ എടുത്ത് വന്നതാണ്. അപ്പോൾ നമ്മളൊരു ചായ കൊണ്ട് ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. പോയിട്ട് വരാം. അപ്പോൾ ജിതിയേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താ പണ്ടല്ല നമ്മളിപ്പോൾ ഇനിയും പോയ ലാസ്റ്റ് ഇപ്പോൾ കുറേ ആയിടെ മെട്രോയിൽ പോകത്തില്ല. പണ്ടെന്ന് വെച്ചാൽ പണ്ടല്ല, ആദ്യം കുറേ ആയി നമ്മളിപ്പോൾ മെട്രോയിൽ പോകാത്ത. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ് തണ്ടാൻ വേണ്ടി വരുന്നതാണ്. ഇപ്പോൾ കുറേ ആയിട്ട് വരത്തില്ല. കല്ലു ആയിട്ട് ആളങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല മെട്രോയിൽ പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിന്ന് കേരപുരത്തു നിന്നാണ് മെട്രോയിൽ പോകുന്നത്. കേരപുരം ടു ചിക്പേട്ട് എത്രയാണ് റേറ്റ് നോക്കട്ടെ. ചിക്പേട്ട് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. 3 ആൾക്കും വേണം. ഇവിടെ ചാരുവിന് ടിക്കറ്റ് എടുക്കണം. ഒരു മെയിനായിട്ട് ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾ, തീരെ കുറഞ്ഞ കുട്ടികളാണെങ്കിൽ കയറാൻ പറ്റും. പക്ഷെ ഹൈറ്റുള്ളതുകൊണ്ട് ഒക്കെ എടുക്കാൻ പറ്റില്ല. മെട്രോൻ്റെ ടിക്കറ്റ് നോക്കട്ടെ. കുട്ടീൻ്റെ ഏജ് അല്ല, 3 feet and above എന്നാണ് പറയുന്നത്. അപ്പം ചാരു എന്തായാലും 7 വയസ്സായില്ല. അപ്പോൾ ഒക്കെ എന്തായാലും ടിക്കറ്റ് വേണം. പിന്നെ കല്ലൂസിന് വേണ്ട, കല്ലൂന് ഫ്രീ ആട്ടാ. കല്ലൂന് ഫ്രീ മാത്രമല്ല, മെട്രോയിൽ കയറുമ്പോൾ കല്ലൂന് എനിക്ക് സീറ്റും ഉണ്ടാവും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അഥവാ ഇൻ കേസ് ഭയങ്കര തിരക്കാണെങ്കിൽ നമുക്ക് എണീച്ച് തന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക, പോലീസ് അപ്പം വരും. മറ്റേ ഇതിൽ ഒരു വട്ടം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടി. എത്ര ഇവിടുന്ന് അങ്ങോട്ട് എത്രയാന്ന്? 180 ഒരാൾക്ക് 60. കല്യാണം പിടിച്ചാ വേഗം വെക്കണ്ടേ. അപ്പം നമ്മൾ മെട്രോയിൽ കയറാൻ പോകുന്നു. Buy up an ID and doors will open on the left. Please mind the gap while deboarding. And doors will open on the left. DR Ambedkar Station, Bihar Sonta. നമ്മളിപ്പം മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. കേരപുരത്തു നിന്ന് മജസ്റ്റിക്കിൽ ഇറങ്ങി. ഇനി അടുത്ത ചിക്പേട്ട് ഒറ്റ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഇനി വണ്ടി മാറി കയറണം. ചിക്പേട്ട് അതൊക്കെ
ഞാൻ കണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇതാ ഈ ഒരു തിരക്കിൽ ഫോൺ എടുത്താൽ ഫോൺ മിസ്സാവും. അതുകൊണ്ട് ഫോൺ എടുത്ത് ബാഗിൽ വെക്കട്ടെ. ഏത് കൂട്ടും പൊട്ടിക്കല്ലേ ഒരിടത്തുനിന്ന്. തിരക്കായോണ്ട് മാറി നിന്ന് ഭക്ഷണം കഴിച്ചു അത്രേ ഉള്ളൂ. തിന്ന കല്ലുവോ പൊടിയെടുത്തോളാം. ഭയങ്കര തിരക്കാണ് ഗോയ്സ്, അത്രേ ഉള്ളൂ. അതിന്റെ കൊമ്പിന് എന്തെന്നാ അമ്മയെ കുത്തോടാ എന്റെ അമ്മേ. ഇപ്പൊ അതിന്റെ കുത്തോളൂ എന്തെന്നാ അത് പയ്യ കാളയാ കാളേന്റെ കുത്ത് കൊണ്ടിട്ട് ഇപ്പൊ ഡെഡ് ആവുന്നു. വേറെ തിരക്കുള്ള മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇന്ന് ഞായറാഴ്ച കൊണ്ട് പീടിയൊന്നും ഇവിടെ തുറന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു യാൺ ഷോപ്പ് നോക്കി നടക്കുന്നതാണ്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. അയ്യോ സൺഡേ മാർക്കറ്റ് സഹിക്കാൻ പറ്റൂല. അതിനുള്ളിൽ വിൽക്കാൻ പറ്റുന്ന എന്തെല്ലാം സാധനം ഈ ലോകത്തുണ്ടോ അതെല്ലാം വിൽക്കുന്നുണ്ട്. ഭയങ്കര ഹോൾസെയിൽ പ്രൈസിലുള്ള സാധനങ്ങളും ഉണ്ട്, വെറും ചീപ്പ് പ്രൈസ് യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല, പക്ഷെ എന്നാൽ നല്ലതും ഉണ്ട്. ജാക്കറ്റൊക്കെ നല്ല കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ തിരഞ്ഞ് പിടിച്ച് കണ്ടെത്തണം, അതൊരു പണിയാണ്. പക്ഷെ നമുക്ക് ആവശ്യമൊന്നും ഇല്ല, ഇനി അതുകൊണ്ടൊന്നും വാങ്ങിക്കുന്നില്ല. വെറുതെ കുറച്ച് നേരം നടന്ന് എല്ലാം കണ്ടു. ഞാൻ ഇതൊരു സൺഡേ മാർക്കറ്റിൽ വന്നിക്കില്ല. അപ്പോൾ മാർക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്ന അയ്യോ എൻ്റെ ആഗ്രഹം തീർന്നു. നമ്മളോട് വന്ന ആൾക്കാരെ മിസ്സായി. എവിടെ പോയി? ഇതിൻ്റെ മേത്ത് എന്തോ ഉണ്ട്. ഉണ്ടാ എന്തോ ഉണ്ടായി കിശ്ര എന്തെന്നാളി ഈച്ച കടിച്ചിട്ടായതാളി. അയ്യോ എന്ത് വലുതാന്നറിയാം, മല പോലെ ഉണ്ട്. കൂടെ വന്ന രണ്ടാൾക്കാരെ കാണുന്നില്ല. ഇയാൾ വീഡിയോ എടുത്ത് നടന്നു നോക്കുമ്പോൾ എവിടെ പോയോ എന്തോ. മയിൽപ്പീൽ നോക്കിയാ നിങ്ങളെവിടെ പോയി? ഒരാളെ വലിപ്പമുണ്ട് അല്ലേ? തീർന്നു. ഇന്നെ നോക്കണ്ട. ഈ കൊമ്പ് മട തൊടണ്ട. എന്താ ഫൈനലി വി റീച്ച്ഡ്. അങ്ങനെ ഞാൻ കുറേ സമയത്ത് അന്വേഷണത്തിനൊടുവിൽ ഷോപ്പ് കണ്ടുപിടിച്ചു. ഫുള്ള് നൂല് ക്രാഫ്റ്റ് മാത്രം. എൻ്റെ അമ്മേ ഇത് എത്രയാളേ? ഇവിടെ കറണ്ടില്ലയോ എന്തോ. ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് സാധനത്തിന്, പക്ഷേ ഓപ്പൺ അല്ല. കണ്ട എല്ലാം ഇങ്ങനെ സമയമായിട്ടില്ല, അന്ന് തുറക്കുന്നേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കും. അല്ല നമുക്ക് മെട്രോ ഓടിയാ? അങ്ങ് വന്നതിലേ പോകുന്നും വേണ്ട, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നിയർ ബൈ അടിച്ചു നോക്ക്. ഒച്ചപ്പാട് കുറഞ്ഞിട്ടുണ്ടല്ലേ മാർക്കറ്റില്? അതെയാ? എത്ര?
തിരക്കാണ്. തിരിച്ച് ഇങ്ങോട്ട് പുരക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷെ ഭയങ്കര തിരക്ക്. അയ്യോ, അങ്ങോട്ട് പോകുമ്പോൾ ആരുമില്ല. ഇപ്പോൾ ഫുള്ളായി. കല്ല് ഉറങ്ങിപ്പോയി. ഇവിടെ നല്ല എ സി ഉണ്ട്. ടിക്കറ്റ് കിട്ടണമെങ്കിൽ വലിയൊരു ക്യൂന്ന്. ചാരുവിന് അർജൻറ്റായിട്ട് ടോയ്ലറ്റിൽ പോണേനെ. ഇവിടെ നിന്നാണെങ്കിൽ ഭയങ്കര വലിയ ക്യൂ ആയിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല. ടിക്കറ്റ് കിട്ടിയിട്ട് അപ്പുറത്തുകൂടിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഒരാൾ ടോയ്ലറ്റിൽ പോയി. എങ്ങനെയെന്ന് കാണിച്ചിട്ട് While deboarding from train, ರೈಲಿನಿಂದ ಇಳಿಯುವಾಗ ಪ್ಲಾಟ್ಫಾರ್ಮ್ ಹತ್ತಿರವನ್ನು ಗಮನಿಸಲು ಮರೆಯಲಿ. Do not forget കൈ അവിടെ പിടിച്ച കൈ എടാ കുടിച്ചടാ. കല്ലൂന് ഇപ്പം പോളിയോ കൊടുത്തു. കണ്ടാ, മെട്രോന്റെ അകത്തുനിന്ന് പെട്ടെന്ന് കല്ലൂനെ പിടിച്ചിട്ട് 2 ഡ്രോപ്പ് മരുന്ന് കിട്ടിയില്ല. അത്രേ ഉണ്ടായിട്ടുള്ളൂ. കല്ലൂന് ഇപ്പൊ എന്തെന്നാ ഉണ്ടായെന്ന് മനസ്സിലാവുന്നില്ല.